അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്ത മോമിനിങ്ങളെ, ഇന്നത്തെ വിഷയ ലൈലത്തുൽ ഖദർ ആയിട്ടിക്കിടും. ലൈലത്തുൽ ഖദർ ചെന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാം ಗೊತ್ತುಂಡು. ഇസ്ലാമിൽ വലിയ പാവിത്രത ഉള്ളനക്കത്തെ, മഹത്വം ഉള്ളനക്കത്തെ, ശ്രേഷ്ഠത ഉള്ളനക്കത്തെ ഒരു ജാവായിട്ടിക്കിടും ലൈലത്തുൽ ഖദർ എന്ന് ചൊല്ലത്. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിൽ 3 ബട്ട റിപ്പീറ്റ് ആക്കിയത്തെ ഒരു പദായിട്ടിക്കിട് ലൈലത്തുൽ ഖദർ ഉണ്ട് നിങ്ങൾ അർത്ഥാക്കണം. ഒരു ചെറിയ സൂറത്തിൽ 3 ബട്ട അല്ലാഹു തആല റിപ്പീറ്റ് ആക്കണമെങ്കിൽ എന്തായിട്ടിക്കും ಅದರ മഹത്വ നമുക്കൊന്ന് അറിയണം. ഞങ്ങൾക്കെല്ലാം ಗೊತ್ತುಂಡು. പണ്ടിൽ പിന്നമേ ഞങ്ങൾ കേട്ട ലൈലത്തുൽ ഖദറും ചെന്നെങ്കിൽ അല്ലാഹു തആല ഖുർആനിൽ ചെന്നതും അങ്ങനെ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 തിങ്കള കാണ മഹത്വ ചെന്നെങ്കിൽ 83 വർഷത്തെ കാണ മഹത്വ ഉള്ളനക്കത്തെ ഒരു ജാവായിട്ടിക്കിട് വിശുദ്ധ ലൈലത്തുൽ ഖദർ ഉണ്ടുള്ള ജാവ്. റമളാൻ അല്ലാത്തപ്പമേ ഒരു സുന്നത്ത് റമളാനിലാവുമ്പോൾ അത് ഫർലായിട്ട് കിട്ടും. റമളാൻ അല്ലാത്തപ്പോൾ ഉള്ള ഒരു സുന്നത്ത് കിട്ടുന്ന ശമ്പള റമളാനിൽ അല്ലാഹു തആല റമളാനിൽ നിങ്ങൾ ആക്കുമ്പോൾ ഫർലർ ശമ്പളമായിട്ടിരിക്കുന്ന ഒരു സുന്നത്ത് നിങ്ങൾക്ക് അല്ലാഹു തആല തണ്ടു. ഒരു ഫർലാക്കിയെങ്കിൽ ഒരു ഫർലർ ശമ്പളം അല്ല അല്ലാഹു തആല തണ്ടോ, 70 ഫർല് അല്ലെങ്കിൽ 700 ഫർല് ആക്കിയതിരെ കൂലിയായിട്ടിരിക്കും ഒരു ഫർല് അല്ലാഹു തആല തണ്ടു. ലൈലത്തുൽ ഖദർ ഉണ്ട് എന്തെങ്കിലും ഒരു നല്ല അമലാക്കിയെങ്കിൽ കിട്ടോ പോണ്ട മഹത്വ അത് ഒരിക്കലും നിങ്ങൾ അത് ഇത്രയും ചെന്നിട്ട് നിങ്ങളെ കൊണ്ട് കണക്കാക്കുക സാധ്യമില്ല. അത്രമാത്രം മഹത്വം അല്ലാഹു തആല നമുക്ക് വെച്ചിട്ടുള്ള. അപ്പൊ ലൈലത്തുൽ ഖദർ അത് എപ്പാണ്ടുള്ള വിഷയത്തിൽ ഇത് ഇന്ന നാളെ ചെന്നിട്ട് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ഹദീസ അല്ലെങ്കിൽ മഹാന്മാരെ ഭാഗത്തിൽ കൂടിയുള്ള ഒരു വിഷയമാണ് നമുക്ക് കാണുമ്പോൾ സാധ്യമില്ല. പല മഹാന്മാരും പല വ്യത്യസ്ത നാൾ ചെന്നറാർ. ചില മഹാന്മാർ അത് റമളാനിൽ ഏത് നാളിലും ആവാണ്ടും ചെന്നറാർ. ചില മഹാന്മാർ റമളാന്റെ ലാസ്റ്റത്തെ 10 ഏത് നാളിൽ വേണമെങ്കിലും ആവുക സാധ്യത ഉണ്ടായിട്ട് ചൊല്ലും. ചില മഹാന്മാർ ഇല്ല റമളാന്റെ സിംഗിൾ ജാവ്, അതായത് 21, 23, 25, 27, 29 ഇങ്ങനെയുള്ള സിംഗിൾ നൈറ്റ് ആ ടൈമിലായിട്ട് വണ്ടോണ്ടായിട്ട് ചില ആൾമാർ. ചില മഹാന്മാർ യാർത്തിൽ ചെന്നാർ 27 ജാവുണ്ട്, 25 ജാവു, ഈ 2 ജാവ് ആയിട്ടൊരു മഹത്വം. പിന്നെ 23 ചെന്നുള്ള അത് ഇത്ര ഇല്ല. ഏതായാലും ഒരു മനുഷ്യ അല്ലാഹു തആല ഒരു മുസ്ലിമായ ഒരു അടിമക്ക് കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠത ഒരു മഹത്വം നോക്കണം. അണ്ടത്തെ ഒരു നാൾ എങ്ങാനും ഇബാദത്തെടുത്ത് തീർത്തെങ്കിൽ ഒന്ന് ഇബാദത്തിലായിട്ട് അണ്ടത്തെ ജാവ് ഒന്ന് ഹയാത്ത് ആക്കിയെങ്കിൽ അവനുക്ക് അല്ലാഹു തആല ഒരു ജാവര പ്രതിഫലം അല്ല കൊടുക്കുറോ, 83 ജാവര പ്രതിഫലവുമല്ല, 83 വർഷം ഇബാദത്തെടുത്ത കൂലിയായിട്ട് അല്ലാഹു തആല കൊടുക്കുറതെങ്കിൽ എൻ്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ എന്തുക നിങ്ങൾ അത് വിടണോ. എന്തെങ്കിലും ഒരു മാച്ച് നോക്കുക, അല്ലെങ്കിൽ വർക്ക് വേണ്ടതിൻ്റെ പേരില്ല, അല്ലെങ്കിൽ വേറെ എന്തോ ആവശ്യത്തിന് വേണമായിട്ടാ പള്ളിക്ക് പോകാണ്ട് ഇബാദത്താകാണ്ട് മുന്നിൽ എപ്പത്തെ നാൾ പോലെ ആ നാളുടെയും നിങ്ങൾ ബിഹേവ് ആക്കിയെങ്കിൽ അത് വലിയ ഒരു നഷ്ടമായിട്ടിരിക്കും. ഞങ്ങളെ ടൈമുക്ക് ബണ്ടോണ്ടുള്ളത്, ഞങ്ങളെ ലൈഫുക്ക് കിട്ടുകൊണ്ടുള്ളത് നിങ്ങൾ അർത്ഥാക്കണം. വലിയ നഷ്ടം. അങ്ങനത്തെ നഷ്ടമുള്ള വഹിക്കുക നിങ്ങൾ റെഡിയാവുക തീര. ഈ ദുനിയാവ് കൊണ്ടുള്ളത് എത്ര നാളിക്കും ഞങ്ങൾക്ക് ചെല്ലുക സാധ്യമില്ല. പണ്ട് നബിമാരെ വയസ്സ് 500, 600, 700, 1000 വർഷമല്ല. ഇന്ന് സാധുക്കളായ ഞങ്ങൾക്ക് അത്ര വയസ്സൊന്നില്ല. ഉള്ള അമാറു ഉമ്മത്തി മാബൈന 60 70, 60, 50, 60, 70 ഇടലായിട്ട് കിടന്ന് ഞങ്ങളെ ആയുസ്സുള്ളൂ. ഇതിലിടൽ സ്വഹാബത്തിനെ പോലെ, ഇമാം ഷാഫി തങ്ങളെ പോലെ, അബൂ ഹനീഫ തങ്ങളെ പോലെ, ഇമാം നവവി തങ്ങളെ പോലെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിൻ അൽ ഖസാലി തങ്ങളെ പോലെ ഇബാദത്തെടുത്തത് എന്തും ഞങ്ങൾക്ക് ചെല്ലകില്ല. ജാവും പോലും ദച്ചിട്ട് കിതാബ് എഴുതിയത് ഞങ്ങൾക്ക് ചെല്ലകില്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ ജാവും പോലും ഹദീസ് ഖിദ്മത്തെടുത്തതെന്തും ഞങ്ങൾക്ക് ചെല്ലക എന്തില്ല. പിന്നെ ഉള്ളെന്തോ ഒന്നുമില്ല ചൊല്ലകൂ. ആ ടൈമിലും അല്ലാഹു തആല നിങ്ങൾക്ക് കനിഞ്ഞ് തരുമ്പോൾ 2 കൈ നീട്ടിട്ട് സ്വീകരിക്കുക മനസ്സുള്ള ആൾമാരായിട്ട് ഞങ്ങൊന്നും ചേഞ്ചസ് ആവണം. മൊബൈലിലോ വീഡിയോ
യൂട്യൂബ് ചാർട്സ് റീൽസ് ഇങ്ങനെ നോക്കിയിട്ട് ടൈം നോക്കുള്ളതല്ല ലൈലത്തുൽ ഖദർ. ഒന്നെല്ലാം ചേഞ്ചസ് വരണം. പള്ളിയിൽ ദിക്ർ മജ്ലിസ്, മൗലിദ് മജ്ലിസ്, അതുപോലെ ദുആ മജ്ലിസ്, തസ്ബീഹ് നിസ്കാര, അതങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ കാലി ആണിങ്ങ മാത്രം പോയിട്ട് പള്ളിയിൽ കൂട്ടാറ്. അവിടെയും തീർന്നതല്ല ഇത്. പെണ്ണുങ്ങളും അങ്ങനെ ഔത്തുൽ വെച്ചിട്ട് ഒബയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന അങ്ങനെ അകായിട്ടിക്കറുന്നല്ല, അങ്ങ് പള്ളിയിൽ പോകണ്ട. ആ പള്ളിയിൽ പോകാണ്ട് അങ്ങ് ഔത്ത് വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ചമ്മ ദിക്ർ ചൊല്ലണു, സ്വലാത്ത് ചൊല്ലണു, തസ്ബീഹ് നിസ്കരിക്കണു. അതുപോലത്തെ വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ ഒന്ന് ടൈം വരെ ഞങ്ങൾ തീർക്കണം. അണ്ടത്തെ പറഞ്ഞാൽ കിട്ടിപ്പോയ 83 വർഷം. അപ്പൊ ലൈലത്തുൽ ഖദർ 27 കയറ്റിക്കറ് യാർത്തിലുള്ള മഹാന്മാരും ചെന്ന് തന്നവർ 27 ജാവായിട്ടിക്കറുണ്ട്. അതുകൊണ്ട് 27 ജാവ് ഭയങ്കരമായിട്ട് സക്രിയായിട്ട് ഞങ്ങൾ ലൈലത്തുൽ ഖദർ യാരമേ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഇബാദത്ത് ഇല്ലയോ. വേറെന്തു വേണ്ട, എന്തു ഇബാദത്തായില്ലേ. പള്ളിക്ക് വന്നിട്ട് ഒരു ജൻറക്കാത്ത് റവാത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട്, പള്ളിക്ക് 10 നിസ്കരിക്കുന്ന നിസ്കാരാത് ജൻറക്കാത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിൽ ദച്ചങ്ങമയ്യാവും. അള്ളാഹു താല ലൈലത്തുൽ ഖദർ എങ്ങാനും ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങളെ ഹസനാത്തിൽ മലക്ക് ഞങ്ങൾക്ക് ആഡാക്കുക. ഞങ്ങളുടെ വിഷയത്തിൽ അവനു 83 വർഷത്തുക്ക് ഒരാൾ ഇബാദത്ത് എടുത്തെങ്കിൽ 83 വർഷം ഇബാദത്ത് എടുത്താൽ അള്ളാഹു താല എത്ര പ്രതിഫലം കൊടുക്കുവാണ്. അത്രയും ഡ്യൂട്ടി ആക്കിയ പോലെ ആയിട്ട് ഒരു ജാവ് കൊണ്ടു ഞങ്ങൾക്ക് കിട്ടാൻ പോകേണ്ടത് ഞങ്ങൾ അർത്ഥാക്കണം. മലക്ക് എഴുതി വെക്കുന്നത് അങ്ങനെ. അതുകൊണ്ട് പിരിസത്തെ മുഅ്മിനീങ്ങളെ ആണിങ്ങവും പെണ്ണിങ്ങവും ചെറിയങ്ങവും വലിയങ്ങവും അണ്ടത്തെ ജാവ് ഒരു തെല്ല് മൊബൈൽ സൈഡിക്കട്ട്, ഒരു തെല്ല് ദൂരായിക്കട്ട്, കീസൽ വെച്ചില്ലെങ്കും ആവും. ഞങ്ങൾ എന്താക്കണു, ഒന്ന് ഇബാദത്തിന്റെ ബഗ്ഗിൽ ഒന്ന് തെല്ലിങ്ങനെ തിങ്കാക്കണം കിട്ടിപ്പോയെങ്കിൽ. അപ്പൊ അള്ളാഹു താല ഒരു ചെറിയൊരു 4 ഗര ഉള്ള സൂറത്തിൽ 3 വട്ടം റിപ്പീറ്റ് ആക്കിയ ഒരു പദമായിട്ട് ലൈലത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ 2, ലൈലത്തുൽ ഖദർ പിന്നെയും 3 വട്ടം അള്ളാഹു. എന്തേ ചെന്നെങ്കിൽ അള്ളാഹു താല എന്തെങ്കിലും ഒരു പലക്കെ ചന്താക്ക വേണമായിട്ട് അത് 3 വട്ടം 4 വട്ടം അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആക്കി കാണില്ല. ഒരു ചന്തത്ത് വേണമായിട്ട് ഒരു പദ ഇക്കട്ട് ചെന്നിട്ട് ഞങ്ങൾ മലയാളത്തിൽ ആലങ്കാരികമായിട്ട് ചെല്ലാറ് ഒരു അലങ്കാരത്തിന് ചന്തത്ത് വേണമായിട്ട് അങ്ങനെ അല്ല അള്ളാഹു താല ചെല്ലോ. ചെറിയ സൂറത്തായെങ്കിൽ 3 വട്ടം റിപ്പീറ്റ് ആക്കിയതിന്റെ ഉദ്ദേശം എന്തിനാ വെച്ചെങ്കിൽ അള്ളാഹു താല അത്രയും വലിയ കണക്കാക്കിയ ഒന്നായിട്ടിക്കറ്, വലിയ പാവിത്രത്തെ കൊടുത്ത ഒന്നായിട്ടിക്കറ് നിങ്ങളെ മനസ്സ് കിട്ടുതറവ്. ലൈലത്തുൽ ഖദർ ചെന്നെങ്കിൽ അതൊരു ചില്ലറ വിഷയം അല്ല. ചെന്നിട്ട് നിങ്ങളെ മനസ്സ് കിട്ടുതറവ് വേണമായിട്ടായിട്ടിക്കറ് അള്ളാഹു താല 3 വട്ടം റിപ്പീറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ചെല്ലത്. ഇതിന് പിന്നിൽ ചമ്മ രഹസ്യമുണ്ട്. 3 വട്ടം ചെന്നത് ചർച്ച ഉണ്ട്. ഏതായാലും ഞാൻ ചെന്ന് വന്നത് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ. ഹു ചെന്നെങ്കിൽ ഖുർആനായിട്ടിക്കറ് ലൈലത്തുൽ ഖദറിന്റെ ജാവുലായിട്ടിക്കറ് അള്ളാഹു താല ഖുർആൻ ഇറക്കിയത് ഉണ്ട്. വമാ അദ്റാക നബിയെ നിങ്ങൾക്ക് ഗൊന്തുണ്ട മാ ലൈലത്തുൽ ഖദർ, എന്തോ ഈ ലൈലത്തുൽ ഖദർ ചെന്നെങ്കിൽ നിങ്ങൾക്ക് ഗൊന്തുണ്ട നബിയെ അള്ളാഹു താല കേക്ക്. പിന്നെ അള്ളാഹു താല ചെല്ല് ലൈലത്തുൽ ഖദറി, ഈ ലൈലത്തുൽ ഖദർ ചെന്നെങ്കിൽ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 തിങ്കളിലെ കാണാ, അതായത് 83 വർഷത്തെ കാണ മഹത്വമുള്ള ഒരു ജാവായിട്ടിക്കട്. തനസ്സലു, എന്റെ അന്നത്തെ ജാവത്തെ വിശേഷത്തെ തനസ്സലുൽ മലായികത്തു, അള്ളാഹുര മലക്കുങ്ങ ഈ ലോകത്തുക ഇറങ്ങാറ്. വറൂഹു, റൂഹ് കൊണ്ട് കൊടുത്ത ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം ആയിട്ടിക്കത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘ മലക്കുങ്ങ ഈ ലോകത്തുക പണ്ടാറ് ഭൂമിയിലിറാറ്. ബിഇദ്നി റബ്ബിഹിം, അങ്ങനെ റബ്ബുറോ സമ്മതപ്രകാരം ഇലിറാറ്. അപ്പൊ അള്ളാഹു താല ചൊല്ലിട്ട് ഇത്രയും മഹത്വമുള്ള ഒരു ടൈം ചമ്മെന്തും തറവ് സാധ്യയില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സുബൈ ബാങ്ക് തൊള്ളായിട്ടിരിക്കുന്ന ടൈമോ. അപ്പൊ നല്ലതുപോലെ ആ കിട്ടയുടെ ടൈമു ആണിങ്ങായിട്ട് ഇന്നെങ്കിൽ പള്ളിക്ക് വന്നിട്ട് ഒരു ജൻറക്കാത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് സാധ്യമുള്ള എത്ര സാധ്യമുണ്ട് ഖുർആൻ ഓതിട്ട് പള്ളിയിലെ ദച്ചങ്ങമയാവും. ദച്ചിട്ട് അവിടെമേ ഉറങ്ങിപ്പോയിത്ത് ആയെങ്കിലും നിങ്ങൾക്ക് എഴുത്തിക്കാഫർ നീയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഴുത്തിക്കാഫർ കൂലിയും കിട്ടും. അതിലൊട്ടിಗೆ 83 വർഷം എഴുത്തിക്കാഫ് വെച്ച കൂലിയായിട്ട് നിങ്ങൾക്ക് കിട്ടോ പോണ്ടു. അള്ളാഹു താല ബാരി കോരി ഇങ്ങനെ തറുമ്പോ നിങ്ങൾ എന്തൊക്കെ പിന്നെ വേണ്ട ചൊല്ലണം. കാരുണ്യവാനായ റബ്ബ് അല്ലാഹുമ്മ റഹ്മീ യാ അർഹമർ റഹീമീൻ ചെന്നിട്ട് അങ്ങ് ഫസ്റ്റത്തെ 10 ദുആ റബ്ബേ നീ റഹ്മത്താക്ക്, ഓ റഹ്മത്താക്കറവനേ ചെന്നിട്ട് റഹ്മത്ത് ചെന്നെങ്കിൽ ഇതായിട്ടിക്കട് നോക്കറോ. നിങ്ങൾക്ക് ഇതിരൊന്നും മഹത്വം ഇപ്പൊ ഗൊന്താവല. ഞങ്ങൾ ഏതെങ്കിലും ഒരു ജോബ് പോയിട്ട് എവിടെങ്കിലും ഒരു ഗൾഫുക എവിടെയൊന്ന് പോയിട്ട് ഒരു തിങ്കൾ ഞങ്ങൾ
അധ്വാനിച്ച ഡ്യൂട്ടി ആക്കിയ ഒരു തിങ്കൾ ഡ്യൂട്ടി ആക്കിയപ്പ ആ മുതലാളി ഞങ്ങൾക്ക് 10 വർഷത്തെ സാലറി തന്ന എത്ര കൊസിയാവും? ഞങ്ങൾ എത്ര ആൾട്ടത് ചെല്ലുക? എത്ര ആൾ എതിരിൽ ഞങ്ങൾ ഈ സന്തോഷം ഞങ്ങൾ ചൊല്ലുക? എങ്ങനെ ആ മുതലാളിനെ ഞങ്ങൾ സ്തുതിക്കുക? 10 വർഷം ശമ്പളം തന്നത് പേരിൽ. ഏത് ശമ്പള? ദുനിയാവിലെ ശമ്പള. ഞാൻ എങ്ങാനും കണ്ണ് ചെമ്മി അങ്ങ് മൗത്തായി പോയങ്ങ് പിന്നെ ആ ശമ്പളം ആ പൈസ ഉറുപ്പൻ എൻ്റെ ഉപകാരത്തേക്ക് വണ്ടില്ല. അങ്ങനത്തെ ശമ്പളം കിട്ടിയപ്പോൾ 10 വർഷത്തത് കിട്ടിയപ്പോൾ എന്തോ ഒരു കൊസി. അങ്ങനെ ആരും തറവ് പോണ്ടില്ല. ഒരു തിങ്കൾ ശമ്പളം ഡ്യൂട്ടി ആക്കിയ 10 വർഷത്തെ സാലറി ആരും തണ്ടില്ല. ഉദാഹരണം ഫോർ എക്സാമ്പിൾ ഞാൻ ചെന്നോ അങ്ങനെ തന്നെങ്കിൽ എത്ര കൊസ്റ്റിയാവും? അങ്ങനത്തോടെ പടച്ചിറപ്പ് ചൊല്ലോ ഒരു തിങ്കൾ ഡ്യൂട്ടി ആക്കണ്ട, ഒരു ജാവ് നിങ്ങൾ റെഡി ആവുറാറ് ഉണ്ടായിട്ട് ഇന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തണ്ടത് 83 വർഷം ഡ്യൂട്ടി ആക്കിയതിന്റെ ശമ്പളമായിട്ട് ഉണ്ടാകുമ്പോൾ നന്റെ പിരുസത്തെ മോമിനിങ്ങളെ നല്ലതുപോലെ മനസ്സറിഞ്ഞിട്ട് അള്ളാഹുലെ മേലുള്ള പിരുസ വെച്ചിട്ട് നല്ലതുപോലെ ഇബാദത്ത് എടുക്കണം. നിങ്ങൾ പള്ളിക്ക് പറഞ്ഞു പെണ്ണിങ് ഔത്ത് തെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ജാവ് ആയതുകൊണ്ട് എന്താക്കണു തെല്ല ഖുർആനെല്ലാം ഓതിട്ട് ദിക്ർ ഞങ്ങൾക്ക് എത്ര വിധ ദിക്ർ ഞങ്ങൾക്ക് ഗൊന്തുണ്ടോ? ഞങ്ങൾ ഗൊന്തുള്ള എല്ലാ ദിക്ർ എല്ലാ ടൈമിൽ ഞങ്ങൾ ചെല്ലില്ല. ഞങ്ങൾക്ക് ഗൊന്തുള്ള ദിക്ർ ಎಲ್ಲವೂ ഒരു 100 അസ്മാ ഉൽ ഹുസ്ന 90 വലിയ പേരുണ്ട് അള്ളാഹുവിൽ. അതെല്ലാം ഒരു 100 ചെന്നിട്ട് ഒരു ദുആ യാസീൻ സൂറത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ മൗത്തായി പോയ ആൾമാർക്ക് നിരിച്ചിട്ട് ഞങ്ങളെ കബറുകു ഒരു യാസീൻ സൂറത്ത്, ദുഹാൻ സൂറത്ത്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ് പോലത്തെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് സാധ്യമാവറോ എല്ലാ ടൈമിലും ഈസി ആവറോ എനിക്ക് കുറെ സൂറത്തല്ലുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓതിറങ്ങാവണം. അങ്ങനെ ഓതിട്ട് ഞങ്ങൾ ജാവറെ നല്ല ഹയാത്താക്കുമ്പോൾ ആ ലൈലത്തുൽ ഖദ്ർ എന്ന് വലിയ മഹത്വമുള്ള ജാവ് അത് ഒരാൾക്കും ഒരു ഇമാമുക്കും ഡൗട്ട് ഇല്ലാത്ത ഒരു വിഷയമായിട്ട് ലൈലത്തുൽ ഖദ്ർ ചെന്നുള്ള ഒരു ജാവ് ഉണ്ട്. ആ ജാവയുടെ മഹത്വം ഇങ്ങനെയായിട്ടുള്ളത്. കാരണം അതിനെ ആരും വിശദീകരിക്കണ്ട. അള്ളാഹു താല ഖുർആനിൽ ഭയങ്കര ക്ലീൻലി ഈസിലായിട്ട് നമുക്ക് ചെന്ന് തന്ന ഒരു വിഷയമായിട്ട്. അതുകൊണ്ട് ആരും എതിരഭിപ്രായം ചെല്ലുകയില്ല. എല്ലാവരും അക്സെപ്റ്റ് ആക്കി എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഈ ലൈലത്തുൽ ഖദ്ർ കണ്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ മുഅ്മിനീങ്ങളെ ഒന്നും കൂടി പിന്നെയും റിപ്പീറ്റ് ആക്കിയിട്ട് ചെന്നുകൊണ്ടുള്ള ഒരു ജാവ് അധ്വാനിക്കോ മനസ്സ് കാട്ടിയെങ്കിൽ നമുക്ക് വലിയ നിലക്ക് അള്ളാഹു റബ്ബുല്ലോ അത് വലിയൊരു ലാഭം എടുക്കുക സാധ്യമുണ്ട്. അള്ളാഹു ഞങ്ങളെല്ലാരെയും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുക മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അണ്ടത്തെ ജാവത്തെ സ്വതക്കത്ത് വലിയ മഹത്വമുണ്ട്. ഞങ്ങൾ എന്താക്കണം ഒരു ഉറുപ്പെങ്കിലും ഒരു സ്വതക്ക കൊടുക്കണം. ഒരു ഉറുപ്പെങ്ങോ സ്വതക്ക കൊടുക്കണം. ആ ജാവറ് കൊടുത്തേണ്ട് കണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കിയെങ്കിൽ അണ്ട് ലൈലത്തുൽ ഖദ്ർ മിത്തായെങ്കിൽ ഞങ്ങൾ 83 വർഷം സ്വതക്ക കൊടുത്ത് കൂലിയായിട്ടിരിക്കുന്നത്. അണ്ടത്തെ ജാവ് ടൈമിൽ നോമ്പ് പിടിച്ചെങ്കും ജാവ് ടൈമിൽ എന്താക്കാം സെന്റിട അത്രയുള്ളത് വലിയ ഒന്നായിട്ടിരിക്കുന്നത്. ഈ സുഗന്ധാണ്ടുള്ളത് അത് മുത്തനബിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് സുന്നത്തായ ഒരു കാര്യമായിട്ട് ഒരാൾ ഞങ്ങളുടെ കേട്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞങ്ങൾ കൊടുക്കണം. അങ്ങനത്തെ ഒരു വിഷയമായിട്ട് സെന്റ് അവൻ ഞങ്ങളെ മുട്ട ഉള്ളെല്ലാം സെന്റ് ഇങ്ങനെ കൈ ഇട്ട് കൊടുത്തെങ്കിൽ മണക്കാറ് വലിയൊരു നല്ലൊരു പുണ്യമുള്ള ഒരു വിഷയമായിട്ട്. അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ എന്താക്കണം അങ്ങനെ ഒരു ചെറിയൊരു സെന്റ് ഇങ്ങനെ കൊടുത്തിട്ട് എന്തിലെങ്കിലും ഒന്ന് ഇടണ് ഗാള കടൽക്ക് മീൻ കിട്ടിയത് ഭാര്യ കൊസിയിൽ എടുത്തിട്ട് പോണോണ്ട് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് ചൊല്ലൊരു വലിയ മഹത്വം അത് അങ്ങനെ ആയിട്ടിരിക്കുന്നു. അള്ളാഹു താല ഞങ്ങളെ എല്ലാ നല്ല അമാലും സ്വീകരിക്കട്ടെ. നല്ല എല്ലാ കാര്യത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടേണ്ടിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങളുടെ അള്ളാഹുട്ട് ദ്വാർന്നുകൊണ്ടുള്ള ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.